ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ഈ കർത്തൃദിവസമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രിയപ്പെട്ടവരായ നിങ്ങളോട് ഒരുമിച്ച് കുടുംബസമേതം കർത്താവിനെ ആരാധിക്കുവാൻ ഇങ്ങനെ അവസരം ലഭ്യമായതൊക്കെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നെല്ലിക്കുന്ന് സിയോണിലേക്ക് വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചപ്പോൾ ഒരു ഹോം കമ്മിങ് എക്സ്പീരിയൻസ് ആണ്. കാരണം അത്രയധികം പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ ഒക്കെ ഇവിടെയുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയ പ്രിയപ്പെട്ടവരുടെ നന്ദി ഞാൻ ആമുഖമായി അറിയിക്കുകയാണ്. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ആമുഖം ദീർഘമായിട്ടൊന്ന് പറയാൻ തുനിയുന്നില്ല. നേരെ ചിന്തയിലേക്ക് കിടക്കുവാൻ താല്പര്യപ്പെടുന്നു. നമുക്കറിയാം, വേദപുസ്തകത്തിൽ 1189 അധ്യായങ്ങളാണ് മൊത്തമുള്ളത്. നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ അതിൽ ഒരു അധ്യായം വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നല്ല പരിചിതമാണ്. ചിലർക്കെങ്കിലും അത് ഹൃദയസ്ഥമാണ്. അങ്ങനെയുള്ള ഒരു അധ്യായമുണ്ട് ഈ 1189 അധ്യായങ്ങളിൽ. ഏതാണ് അധ്യായം? പല ഉത്തരങ്ങൾ നിങ്ങൾ പറയാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ പൊതുവെ 23 എന്നോട് പറയുന്നു. പൊതുവെ കൂടുതൽ പറയാൻ സാധ്യതയുള്ള ഉത്തരവ് തന്നെയാണ് 23-ാം സങ്കീർത്തനമാണ്. ഈ 150 സങ്കീർത്തനങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. അതിൽ ഈ 23-ാം സങ്കീർത്തനത്തെ പോലെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള, അതുപോലെ പ്രസംഗിക്കപ്പെട്ടിട്ടുള്ള, അതുപോലെ ഹൃദയസ്ഥമാക്കപ്പെട്ടിട്ടുള്ള, നമ്മുടെ വീടുകളിലൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള, സ്റ്റിക്കറായി ഒക്കെ നമ്മുടെ കാറുകളിൽ പതിപ്പിച്ചിട്ടുള്ള മറ്റൊരു സങ്കീർത്തന വാക്യങ്ങളോ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഏറ്റവും കുറഞ്ഞത് 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യമെങ്കിലും നമുക്ക് പരിചിതമാണ്, അല്ലെ? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ആ സങ്കീർത്തനം മുഴുവൻ ഹൃദയസ്ഥമാണ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒരു പക്ഷേ പൂർണ്ണമായും മനഃപ്പാടമല്ലാത്ത പലരും ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ നമ്മൾ അല്പം ഒന്ന് മനസ്സ് വെച്ചാൽ അടുത്ത 5 ദിവസം കൊണ്ട് ഈ ഒരു വേദഭാഗം ഈ അധ്യായം നമുക്ക് ഹൃദയസ്ഥമാക്കാൻ കഴിയും. കാരണം ആകെ 6 വാക്യങ്ങളാണുള്ളത്. ആദ്യത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അടുത്ത 5 വാക്യങ്ങൾ ഒരു ദിവസം ഒരു വാക്യം വെച്ച് നമ്മൾ പഠിച്ചാൽ അടുത്ത 5 ദിവസം കൊണ്ട് ഈ സങ്കീർത്തനം പൂർണ്ണമായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഈ ചലഞ്ച് സിയോൺ സഭയിലെ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് ഞാൻ വളരെ വിനയത്തോടെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ അഭ്യർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. തിരുവനന്തപുരം പറയുന്ന ഒരു കാര്യം 119-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തില്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ ഹൃദയത്തെ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. D.L. മൂഡി പറഞ്ഞ ഒരു വാചകം നമുക്കൊക്കെ പരിചിതമാണല്ലോ. ബൈബിൾ വിൽ കീപ് യു away from the sin, or the sin will keep you away from the Bible. വേദപുസ്തകം നാം ഹൃദയസ്ഥമാക്കിയാൽ, അത് അനുധാവനം ചെയ്യാൻ തീരുമാനിച്ചാൽ, അത് നമ്മെ പാപത്തിൽ നിന്ന് അകറ്റും. അല്ലെങ്കിൽ പാപം നമ്മെ ബൈബിളിൽ നിന്ന് അകറ്റും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വാക്യങ്ങൾ നമ്മളൊന്ന് ഹൃദയസ്ഥമാക്കാൻ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും ഞാൻ കരുതുകയാണ്. പാപം ചെയ്യുന്ന ബൈബിൾ വാക്യങ്ങൾ നമ്മെ അകറ്റിയിട്ടുള്ള അനേക അവസരങ്ങൾ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. മാത്രമല്ല, നാം മറ്റൊരു വേദഭാഗത്ത് വായിക്കുന്നത്, ദൈവവചനം നമ്മുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. എന്താ അതിന്റെ അർത്ഥം? ബൈബിൾ ഹൃദയസ്ഥമാക്കിയിട്ടുള്ള, ബൈബിൾ പഠിക്കുന്ന, ബൈബിൾ അനുധാവനം ചെയ്യുന്നവർക്ക് അവർ മുൻപോട്ടുള്ള യാത്രയിൽ അവർ തട്ടിത്തടഞ്ഞ് വീഴാതെ, വഴിയറിയാതെ വീണു പോകേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ ചലഞ്ച് നമുക്ക് ഏറ്റെടുക്കാം. അടുത്ത 5 ദിവസം കൊണ്ട് 23-ാം സങ്കീർത്തനം നമുക്കൊന്ന് മനഃപ്പാടമാക്കാൻ നമുക്ക് ശ്രമിക്കും. നമുക്ക് ഈ സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം. 23-ാം സങ്കീർത്തനത്തിന്റെ ഒട്ടേറെ പഠനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ദൈവവചനത്തിന്റെ ആവർത്തിച്ചുള്ള പഠനം എല്ലായ്പ്പോഴും നമുക്ക് അനുഗ്രഹം നൽകുന്നത് തന്നെയാണ് എന്ന് ഞാൻ ഓർപ്പിക്കാം. 150 സങ്കീർത്തനങ്ങളിൽ 73 സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ സങ്കീർത്തനങ്ങളാണ് എന്നതിന്റെ തലക്കെട്ടിൽ രേഖപ്പെടുത്തിയത്. ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല. ഈ 23-ാം സങ്കീർത്തനത്തിന്റെ തുടക്കത്തിലും അത് ദാവീദ് എഴുതിയതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സങ്കീർത്തനം നാം നോക്കുമ്പോൾ ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ദാവീദ്, സായാഹ്നങ്ങളിൽ എത്തി നിൽക്കുന്ന ദാവീദ് ഒന്ന് തിരിഞ്ഞു നോക്കി ദൈവവുമായിട്ട് തനിക്കുള്ള ബന്ധത്തെ ഒന്ന് വിലയിരുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സങ്കീർത്തനം നോക്കിയാൽ നമുക്കിവിടെ
ദൈവത്തെ രണ്ട് രീതിയിൽ ദാവീദ് കാണുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. രണ്ട് രീതിയിലാണ് ദൈവത്തെ അദ്ദേഹം സംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആദ്യത്തെ 4 വാക്യങ്ങളിൽ ദൈവം ദാവീദിന് ഒരു ഇടയനാണ്. God is a shepherd to David. എന്നാൽ 5-6 വാക്യങ്ങൾ നോക്കുമ്പോൾ ദൈവം ഒരു നല്ല ആതിഥേയനാണ്. God is a good host. അപ്പൊ ആദ്യത്തെ 4 വാക്യങ്ങൾ God is a shepherd, 5-6 വാക്യങ്ങളിൽ God is a host. ഈ രണ്ട് റോളും ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് പരിചയമുള്ള കാര്യങ്ങളാണ് ഇടയനായും ആതിഥേയനായും. നമുക്കറിയാമല്ലോ, ദാവീദിന്റെ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഒരു ഇടയനായിരുന്നു, ആട്ടിടയനായിരുന്നു. ആ നിലയിൽ ഒരു ആട്ടിടയന്റെ മാനസിക അവസ്ഥ എന്താണെന്ന് തനിക്ക് കൃത്യമായിട്ട് അറിയാം. ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ദാവീദിന് നന്നായിട്ട് അറിയാം. പിന്നീട് ദാവീദ് ഇസ്രായേലിലെ 2ാമത്തെ രാജാവായിട്ട് ചുമതലയേറ്റു, പട്ടാഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് പറയാൻ നമുക്കറിയാം. ആ നിലയിൽ അനേക ആളുകൾക്ക് ആതിഥ്യം അരുളിയിട്ടുള്ള ആതിഥേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ റോളും തനിക്ക് പരിചയമാണ്. എന്നാൽ ഇടയന്റെയോ ആതിഥേയന്റെയോ റോളിലല്ല ദാവീദ് ഈ സങ്കീർത്തനം സ്വയം അടയാളപ്പെടുത്തുന്നത്. പിന്നെ എങ്ങനെയാണ്? ഈ സങ്കീർത്തനത്തിൽ 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് സ്വയം പരിചയപ്പെടുത്തുന്നത് ഒരാടായിട്ടാണ്. സിനിമക്കാർ പറയുന്ന പോലെ ആടൊരു ഭീകരജീവിയൊന്നും അല്ല, അതൊരു സാധു മൃഗമാണ്, അല്ലേ? ഈ ആട് വളരെ പെട്ടെന്ന് വഴിതെറ്റി പോകാം, വളരെ പെട്ടെന്ന് ഏതെങ്കിലും കുഴിയിൽ വീഴാം. അങ്ങനെ കുഴിയിൽ വീണാൽ അതിന് പെട്ടെന്ന് രക്ഷപ്പെട്ടു വരാൻ സാധിക്കുകയില്ല. ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും ആടിന് സ്വയം പ്രതിരോധിക്കാൻ കഴിയുകയില്ല. അതുപോലെ സ്വയം ആഹാരം തേടി കണ്ടെത്താനുള്ള കഴിവൊക്കെ ആടിന് വളരെ പരിമിതമാണ്. തീർത്തും നിസ്സഹായനായ ഒരു മൃഗമാണ്. നാം നമ്മെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, ദാവീദിനെ കുറിച്ച് തന്നെ നോക്കുമ്പോൾ, ഈ ആടിന് തുലനം ചെയ്യാൻ കഴിയുന്ന പല സ്വഭാവവും നമ്മളിലുണ്ട് എന്ന് നമുക്കറിയാം. നാം പലപ്പോഴും തെറ്റിലേക്ക് വഴി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഴിയിൽ വീണുപോയാൽ അവിടെ ദീർഘനേരം കിടന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. സ്വയം രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. സ്വയമായി ആത്മീയ ഭൗമികമായ ആഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഈ ആടിന് സമാന സ്വഭാവമുള്ള സാധുവായ മനുഷ്യർ നമ്മളും, അല്ലെങ്കിൽ ദാവീദിന്റെ പശ്ചാത്തലം, ദാവീദിന്റെ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം, സർവശക്തനായ ദൈവവും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രമേയം. ഇനി നമുക്ക് വളരെ വേഗത്തിൽ ഈ സങ്കീർത്തനത്തിൽ കൂടെ ഒന്ന് കണ്ടുപിടിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. അതിന്റെ 1-ാം വാക്യത്തിലേക്ക് പോകുന്നത് 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ വാക്യത്തിൽ ദൈവവുമായ ഒരു ഭക്തനുള്ള വ്യക്തിപരമായ ബന്ധമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ദൈവം ഒരു ഇടയനാണ്. ആടുകൾക്ക് വേണ്ടിയല്ല, എല്ലാ സുരക്ഷയും എല്ലാത്തരം ഭക്ഷണവും ജലപാനവും ഒക്കെ നടത്തുവാൻ സഹായിക്കുന്ന ഒരു ഇടയൻ. നമുക്കറിയാം, ദാവീദ് തന്റെ ആടുകൾക്ക് വേണ്ടി സിംഹത്തോട് പോരാടിയിട്ടുണ്ട്, കരടിയോട് പോരാടിയിട്ടുണ്ട്, വന്യമൃഗങ്ങൾ ശത്രുക്കളെ ഒക്കെ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ സുരക്ഷയും കൊടുത്തിട്ടുള്ള ഒരാളാണ് ദാവീദ്. അതുപോലെ തന്നെ തന്റെ ആടുകൾക്ക് വേണ്ടി പച്ചയായ പുൽപ്പുറങ്ങൾ തേടി നടന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്വച്ഛതയുള്ള ജലനിധി താൻ തേടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തനിക്ക് ഓർമ്മയുണ്ട്. ഇതുപോലെ ദൈവം ദാവീദിന്റെ ജീവിതത്തിന്റെ അനേക ഘട്ടങ്ങളിൽ ദാവീദിനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചിട്ടുണ്ട്, ദാവീദിന് വേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട്, എതിരാളികളിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ട്, ശൗലിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ട്, ഗോലിയാത്തിൽ നിന്ന് വിടുവിച്ച അനുഭവം ദാവീദിന് ഓർമ്മയുണ്ട്. തന്റെ മകനായ അബ്ശാലോമിന്റെ തന്ത്രങ്ങൾ തനിക്ക് പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ദൈവത്തിന്റെ കരുതൽ. അതുപോലെ വലിയ വലിയ പ്രതിസന്ധികൾ മാർഗമധ്യേ ദാവീദിന്റെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും ദൈവം അവനെ അത്ഭുതകരമായി ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കുന്ന ചരിത്രമാണ് നാം തിരുവനന്തപുരത്തിൽ വായിക്കുന്നത്. ചുരുക്കത്തിൽ ദൈവം ദാവീദിന് ഒരു ഇടയനായിരുന്നു, അല്ലെ? ദൈവം ദാവീദിന് ഇടയനായി. ദൈവം മനുഷ്യർക്ക് ഇടയനാണെന്ന് സൂചിപ്പിക്കുന്ന മറ്റു ചില വേദഭാഗങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. പഴയ നിയമത്തിൽ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 2 വാക്യം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അവിടെ നാം വായിക്കുന്നത്, ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ഇവിടെ ദൈവത്തെ ഒരു ഇടയനോട് തുലനം ചെയ്യുകയാണ്. ഇനി 80-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യം നോക്കുക. 80-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഇസ്രായേലിന്റെ ഇടയനായുള്ളവയെ, കെരൂബുകളുടെ മുകളിൽ വസിക്കുന്നവനെ, എഫ്രയീം, ബെന്യാമീൻ, മനശ്ശെ എന്നിവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രകാശിക്കണമേ. ഇസ്രായേലിന്റെ നയിക്കുന്ന ഇടയനായിട്ട് ദൈവത്തെ അവിടെ ചിത്രീകരിച്ചിരിക്കും. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാലോ, അവിടെ യേശുക്രിസ്തു ഒരു നല്ല ഇടയനാണെന്ന് സൂചിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങളുണ്ട്. യേശുക്രിസ്തു തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. 14-ാം വാക്യത്തില്, ഞാൻ നല്ല ഇടയനാകുന്നു, പിതാവിനെ അറിയുന്നു, ഞാൻ പിതാവിനെ അറിയുന്നു, ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു, എനിക്കുള്ളവയും എന്നെ അറിയുന്നു.
അപ്പൊ ഒരു ഇടയൻ എന്നുള്ള നിലയിൽ ഈ ഉപമാനത്തിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ശക്തി എന്താണ്, അതിന്റെ ആശയം എന്താണ് എന്നുള്ളത്, അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്നുള്ളത് ദാവീദിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ദാവീദിന്റെ പേരിലുള്ള 73 സങ്കീർത്തനങ്ങൾ ഞാൻ പറഞ്ഞു. ആ 73 സങ്കീർത്തനം നോക്കിയാൽ ദൈവവുമായിട്ട് നമുക്കുള്ള ബന്ധത്തെ, അല്ലെങ്കിൽ ദൈവം എനിക്ക് എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന പല ഉപമാനങ്ങൾ ദാവീദ് ഉപയോഗിച്ചിട്ടാണ് കാണുന്നത്. ചില ഭാഗത്ത് ദാവീദ് പറഞ്ഞത് ദൈവം എന്റെ കോട്ടയാണ്, എന്റെ ശൈലമാണ്, എന്റെ വീണ്ടെടുപ്പുകാരനാണ്, എന്റെ പാറയാണ്, എന്റെ രാജാവാണ്. ഇങ്ങനെയുള്ള പല ഉപമാനങ്ങൾ ദാവീദ് ദൈവത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇടയൻ എന്ന ഈ പദപ്രയോഗം കുറെ കൂടെ ഹൃദ്യമായ ഒരു സംബോധനയാണ്, അല്ലെ? അതിന് കുറച്ചുകൂടെ ഒരു ഇന്റിമസിയാണ്, വളരെ ഹൃദ്യതയായത്. ദാവീദിന്റെ ഈ പ്രസ്താവന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യഹോവ എന്റെ ഇടയനാകുന്നു, വളരെ അസന്നിഗ്ധമാണ്, സംശയത്തിന് അതീതമായിട്ടുള്ള പ്രസ്താവനയാണ്. യഹോവന്റെ ഇടയനായേക്കാം, അല്ലെങ്കിൽ ഇടയനായിരുന്നേക്കാം, ആയിരുന്നെങ്കിൽ എന്നൊന്നുമല്ല പറയുന്നത്. എന്താ പറയുന്നത്? യഹോവന്റെ ഇടയനാകുന്നു, ആകുന്നു. ഈ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ഒരു എംഫാറ്റിക് ആയിട്ടുള്ള ഡിക്ലറേഷൻ ആണ്. വളരെ അസന്നിഗ്ധമായിട്ട് താൻ പറയുകയാണ്, യഹോവ ഈസ് മൈ ഷെപ്പേർഡ്. ഈ വാചകത്തിലെ ഏറ്റവും മാധുര്യമാർന്ന പദം ഞാൻ കരുതുന്നു എന്റെ എന്ന ആ പദമാണ്. എന്റെ. യഹോവ എന്റെ ഇടയനാണ്. യഹോവ ലോകത്തിന്റെ ഇടയനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, പറഞ്ഞാൽ തെറ്റില്ല. എന്നാൽ അതിന് ഒരു നമ്മുടെ ഭാഷ പറഞ്ഞാൽ പഞ്ചില്ല, അല്ലെ? ലോർഡ് ഈസ് എ ഷെപ്പേർഡ് എന്നല്ല ഇവിടെ പറയുന്നത്. ലോർഡ് ഈസ് ദ ഷെപ്പേർഡ് എന്നും അല്ല ഇതിന് പറയുന്നത്. എന്താ? ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അത് വ്യക്തിപരമായ ഒരു അനുഭവമാണ്. ദാവീദ് ഇവിടെ എന്താ പറയുന്നത്? ദാവീദ് പറയുന്നത്, എനിക്ക് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് പറയാൻ കഴിയില്ല, എന്നാൽ എന്റെ കാര്യം ഞാൻ പറയാം. എനിക്കത് ഉറപ്പുണ്ട്. അവൻ എന്റെ ഇടയനാണ്, അവൻ എന്റെ ഇടയനാണ്, എന്റെ കാര്യം നോക്കുന്നവനാണ്, അവൻ എന്നെ കരുതുന്നവനാണ്, അവൻ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവനാണ്. അങ്ങനെ പറയത്തക്ക ഒരു വ്യക്തിപരമായ ഒരു ബന്ധം ദാവീദിന് ഇവിടെ ഈ ദൈവവുമായിട്ടുണ്ടായി. ഞാനൊരു കഥ കേട്ടുള്ള ഈ അവസരത്തിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ബാലൻ, ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ഒരു ബാലൻ, അവനെ സ്കൂളില് അധ്യാപകർ ഈ വാക്യം പഠിപ്പിക്കുകയാണ്. ഈ വാക്യം പഠിപ്പിക്കുമ്പോൾ ഓരോ വാക്കുകളും പറയുമ്പോൾ അവർ ഈ വിരൽ, കയ്യിലെ ഓരോ വിരൽ ഇങ്ങനെ ഉയർത്തി പിടിക്കും. ഉദാഹരണത്തിന് ലോർഡ്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഇങ്ങനെ 4 വിരൽ ഉയർത്തുമാർ. അപ്പൊ ഞാനൊന്ന് പറയാം, നിങ്ങൾക്കൊന്ന് പറയാമോ? ഒരിക്കലും സൺഡേ സ്കൂൾ കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. എന്നോടൊന്ന് പറയാമോ? ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, അല്ലേ? അപ്പൊ ഇവൻ ഈ വാക്യം പഠിച്ചു. ഈ 4 വിരൽ ഉയർത്തുമ്പോൾ 4 അർത്ഥമാണ്, 4 പദങ്ങളാണ് ഉച്ചരിക്കുന്നത് അവൻ പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവന് മാരകമായ ഒരു ഗുരുതരമായ ഒരു അസുഖം അവൻ ബാധിച്ചു. അവൻ ഏതാനും ദിവസങ്ങൾ ICUവിൽ കിടക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് അവൻ മരിച്ചു. കഥ ചുരുക്കി ഞാൻ പറയുകയാണ്. മരിച്ച് അവൻ പുറത്തു വന്നപ്പോൾ അവന്റെ പിതാവ് കണ്ട ഒരു കാഴ്ച, അവന്റെ ഒരു വിരൽ ഇങ്ങനെ ഉയർന്നിരിക്കുകയാണ്. ഏതായി 3ാമത്തെ വിരൽ. എന്താ അവൻ അർത്ഥമാക്കുന്നത്? മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും അവൻ പറയുകയാണ്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. യഹോവ എന്റെ ഇടയനാകുന്നു. എത്ര വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. യഹോവ ഇടയനാണ്, ഈ ലോകത്തിന്റെ രക്ഷിതാവാണെന്ന് പറയുന്നതിന് ഉപരിയായിട്ട് യഹോവ എന്റെ ഇടയനാകും. എന്നെ ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ബന്ധം ഇല്ലെങ്കിൽ, ടുഡേ ഈസ് ദ ടൈം ഫോർ ദാറ്റ്. ഈ കർത്താവുമായിട്ട്, രക്ഷകനായ ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരുവാനുള്ള ഒരു അവസരം ഇതാണ്. Accept him as your personal savior and Lord right now. ഈ കർത്താവിനെ നിങ്ങളുടെ വ്യക്തിപരമായ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു ഇടയനായിട്ട് വരട്ടെ. അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സിംഹാസനം ഇട്ട് അവിടെ വാഴുവാൻ ആഗ്രഹിക്കുന്നവനാണ്. നല്ലൊരു ഇടയനായിട്ട് അവനെ തെരഞ്ഞെടുത്ത് നന്മയുടെ പാതയിൽ നടത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. Will you come to him now? അവന്റെ അടുത്തേക്ക് നമുക്ക് വരാൻ കഴിയുമോ? എങ്കിൽ നമ്മുടെ ഇന്നത്തെ കൂടി ഒരു അർത്ഥപൂർവമായി തീർന്നു എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ ഇടയനാകുമ്പോൾ, യേശു നമ്മുടെ ഇടയനാകുമ്പോൾ എന്താണ് സാധിക്കുന്നത്? അതാണ് ഈ വാക്യത്തിന്റെ അടുത്ത ഭാഗം. എന്താ അവിടെ പറയുന്നത്? എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഒരു കുറവും ഉണ്ടാകുകയില്ല. ഇത് നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? നമുക്ക് കുറവില്ലേ? നമ്മൾ എത്രയോ കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥനകൾ നിരന്തരം ആവശ്യപ്പെടാറുള്ളത്, ദൈവത്തോട് ആവശ്യപ്പെടാറുള്ളത്. അങ്ങനെ കുറവുണ്ടാകുകയില്ലെങ്കിൽ ഈ കാര്യങ്ങൾ ആവശ്യപ്പെടേണ്ടി വരുമോ? നാം എപ്പോഴും ആവശ്യക്കാരാണ്, എന്തോരം പോരായ്മകൾ. എന്നാൽ ഒരു ഇടയൻ ആടുകളെ നിരന്തരം പോഷിപ്പിക്കുന്ന പോലെ ദൈവം നമുക്ക് വേണ്ടതെല്ലാം നിരന്തരം നൽകാൻ തയ്യാറുള്ളവനാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം നമുക്കറിയാമല്ലോ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി നമ്മളെല്ലാവരും നല്ല കറക്റ്റ് ആയിട്ടുള്ള പറയുന്നുണ്ട്. സകലം എന്ന് പറയുന്നുണ്ട്. പലരും പറഞ്ഞാൽ അറിയാമോ? അതോടുകൂടി ഇതൊക്കെയും കിട്ടുന്നു. അങ്ങനെ ബൈബിൾ പറഞ്ഞിട്ടില്ല, ഇതൊക്കെയും കിട്ടുന്നില്ല. അതോടുകൂടി സകലം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് സകലം നല്ല, ഇതൊക്കെയും സകലം എന്നല്ല, ഇതൊക്കെയും എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയും ഏതൊക്കെയും അവിടെ പറയുന്നുണ്ടായിരുന്നു തൊട്ട് മുമ്പ്.
ഉണ്മാനും ഉടുക്കാനും ഉള്ളത്. നമുക്ക് വേണ്ടതൊക്കെയും തരുവാൻ കർത്താവ് പ്രാപ്തനാണ്. സകലവും നൽകാം എന്നല്ല. ഇപ്പൊ നമുക്ക് വേണ്ടത് എന്തെല്ലാമാണ് ഇടയൻ അറിയാം. അതെല്ലാം സമയാസമയങ്ങളിൽ ഇടയൻ നൽകും. അങ്ങനെ തരുന്ന ഇടയനാണ് നമ്മുടെ ഇടയൻ. വാട്ട് ഈസ് എ ഗ്യാരണ്ടി? എന്താ അതിന്റെ തെളിവ്? ഇടയൻ തരുമെന്നുള്ള തെളിവ് റോമാലേഖനം 8-ാം ഇന്ന് രാവിലെ നാം ആ പാട്ടിൽ പാടുകയും ചെയ്തു. എന്താ അവിടെ പറയുന്നത്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഏറ്റവും അമൂല്യമായ സമ്മാനം, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. എന്താ ഗിഫ്റ്റ്? തന്റെ പുത്രനെ നമുക്ക് നൽകി കഴിഞ്ഞു. അതോടുകൂടി സകലവും നമുക്ക് വേണ്ടതെല്ലാം നൽകാതിരിക്കുമോ? ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാം ദൈവത്തോട് പറയുന്ന നമ്മുടെ ആവശ്യങ്ങൾ ഇറ്റ് ഷുഡ് ബി ലെജിറ്റിമേറ്റ്, ന്യായമായ ആവശ്യങ്ങളായിരിക്കണം. യാക്കോബിന്റെ ലേഖനം 4-3 നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങളുടെ ഭോഗങ്ങളിൽ ഉപയോഗിക്കേണ്ടതിന് ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുക. ഒരിക്കൽ ഒരു ഘട്ടത്തിൽ ഞാൻ ഇസ്രായേലിൽ ചെന്നപ്പോൾ അവിടെ വിലാപമതിൽ, നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുള്ള വിലാപമതിൽ ഉണ്ടല്ലോ. ആ വിലാപമതിൽ യേശുവിന്റെ കാലത്തെ അന്നത്തെ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ അല്പമെങ്കിലും ഉള്ള ചിലതാണ് ആ മതിൽ. അതുകൊണ്ട് ആ മതിലിന്റെ കല്ലുകളുടെ വിടവിലെല്ലാം ആളുകൾ പ്രാർത്ഥന എഴുതി വെക്കും. ധാരാളം 100 കണക്കിന് പ്രാർത്ഥന അവിടെ തിരികെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്തത് ശരിയല്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഞാൻ ഒരു പ്രാർത്ഥന അവിടെ നിങ്ങൾ എടുത്തു. ആരോ വെച്ച ഒരു പ്രാർത്ഥന എടുത്തു തുറന്നു നോക്കിയപ്പോൾ കൃത്യമായിട്ട് അതൊരു മലയാളത്തിലുള്ള പ്രാർത്ഥനയാണ്. അതിന്റെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ട്. കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള കത്താണെന്നൊക്കെ അതിൻ്റെതുണ്ട്. അപ്പൊ അതിലെ ആവശ്യങ്ങളുടെ പട്ടിക ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. പറഞ്ഞേക്കുന്നത്, ഞങ്ങളുടെ വീട് ഒരു വനത്തിനടുത്താണ്, അതുകൊണ്ട് വനത്തിൽ നിന്നുള്ള കുരങ്ങിന്റെ ശല്യമുണ്ട്. ദൈവമേ, ഞങ്ങളുടെ കുരങ്ങ് ശല്യം നീ ഒന്ന് മാറ്റി തരണം, ഒരു റിക്വസ്റ്റാണ്. പിന്നെ ഞങ്ങളുടെ മുറ്റത്ത് വെച്ചേക്കുന്ന ആഹാര പദാർത്ഥങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ആടുകൾ വന്ന് തിരുന്നു, അതിന് ആടുകളെയൊക്കെ ഒന്ന് ഓടിച്ചു തരണം. പിന്നെ അയൽവക്കത്തെ ഗോവിന്ദന്റെ വസ്തു ഞങ്ങൾക്ക് മേടിക്കണമെന്നുണ്ട്, വില കുറച്ച് കിട്ടാൻ അത് സഹായിക്കണം. ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അവിടെ എഴുതിക്കൊണ്ട് വെച്ചിരിക്കുകയാണ് വിലാപമതിൽ. ഞാൻ ചെയ്തത് ശരിയായിരിക്കില്ല, എന്നാൽ ഇത് പറഞ്ഞപ്പോൾ പലരും നമുക്ക് ചിരിക്കുന്നുണ്ട്, നമുക്ക് ചിരി വരും. ഞാൻ ചോദിക്കട്ടെ, ഏറെക്കുറെ ഇതൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? ഗോവിന്ദന്റെ ആ വസ്തു കിട്ടണമെന്ന് പ്രാർത്ഥിക്കാറില്ലായിരിക്കാം. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് ആവശ്യങ്ങളുടെ നീണ്ട ഒരു പട്ടിക ദൈവസേനയിൽ കൊടുക്കുകയല്ലേ നാം ചെയ്യുന്നത് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ന്യായമായ എല്ലാ ആവശ്യങ്ങളും കർത്താവ് സാധ്യമാക്കും. ദൈവം തന്റെ ആടുകൾക്ക് നൽകുന്ന ഗ്യാരണ്ടി അതാണ്. ഈ വാക്യത്തിന് മറ്റൊരു അർത്ഥം കൂടെയുണ്ട്. എന്റെ ഇടയൻ എനിക്ക് നൽകുന്നതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല. അതാണ് അതിന്റെ അർത്ഥം. അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കരുത്. അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടതെല്ലാം നൽകും, അതിൽ നാം സംതൃപ്തരാകണം. അതാണ് 1-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. 2-ാം വാക്യത്തിലേക്ക് വളരെ വേഗത്തിൽ പോകാം. ഇത്രയും സമയം ഞാൻ ഇനിയുള്ള വാക്യങ്ങൾ എടുക്കുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഒരാടിന് എപ്പോഴാണ് വിശ്രമം വേണ്ടതെന്ന് ആ ഇടയന് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ ആടിന് അത് അറിയണമെന്നില്ല. ആടിന് അറിയില്ലെങ്കിലും ഇടയന് കൃത്യമായിട്ട് അറിയാം. ഫിലിപ്പ് കെല്ലർ എന്ന് പറയുന്ന ഒരു ദേവദാസൻ, ഹീസ് എ പ്രൊഫഷണൽ ഷെപ്പേർഡ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഷെപ്പേർഡ്സ് ലുക്ക് അറ്റ് സാംസ് 23 എന്നാണ്. 23 സങ്കീർത്തനത്തിലേക്കുള്ള പഠനം അദ്ദേഹം തയ്യാറാക്കിയത്. അദ്ദേഹം തൊഴിൽപരമായി ഒരു ഇടയൻ കൂടെയാണ്. അദ്ദേഹം പറയുന്നത്, ഒരു ആട് പുൽപ്പുറത്ത് കിടക്കണമെങ്കിൽ there are 4 conditions. 4 കണ്ടീഷൻ ഉണ്ട്. ഈ 4 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ മാത്രമേ ആട് പുൽപ്പുറത്ത് കിടക്കുകയുള്ളൂ. ഒന്ന്, പച്ച പുൽപ്പുറം കണ്ടു കഴിഞ്ഞാൽ സാധാരണ ആട് എന്താ ചെയ്യുന്നത്? ഓടി നടന്ന് ഈ പച്ച പുൽനാമ്പെല്ലാം കടിച്ചു പറിച്ച് തിന്നും, അല്ലേ? എന്നാൽ ഈ ആട് പുൽപ്പുറങ്ങളിൽ കിടക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അത് മൂക്കുമുട്ട ഭക്ഷിച്ച് തൃപ്തനായി കഴിയും. ഈ പുൽപ്പുറം എന്ന് പറയുന്ന ആടിന് ബുഫയാണ്. അത് നന്നായിട്ട് ആഹാരം കഴിച്ചു കഴിയും. അപ്പം there should not be any famine, feeding all the time. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ, ആടിന് ശാന്തനായി കിടക്കണമെങ്കിൽ ഭയരഹിതമായ അന്തരീക്ഷം വേണം. നോ ഫിയർഫുൾ അറ്റ്മോസ്ഫിയർ. ഫിയർഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ ആട് ഒരിക്കലും ശാന്തനായി കിടക്കുകയില്ല. മൂന്നാമത്തെ കാര്യം, ആടുകൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അവ അടങ്ങി കിടക്കുകയില്ല. There should not be any friction between them. ഫ്രിക്ഷൻ. നാലാമത്തേത്, ഈച്ചകളോ മറ്റു ക്ഷുദ്രജീവികളോ അവയെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവ കിടക്കുകയില്ല. There should not be any flies should trouble them. അപ്പൊ ഈ പ്രശ്നങ്ങൾ 4 തരം പ്രശ്നങ്ങളാണ് അദ്ദേഹം. ഒന്ന് ഫാമിൻ, ഫിയർ, ഫ്രിക്ഷൻ, ഫ്ലൈസ്. എഫിൽ തുടങ്ങുന്ന 4 വാക്കുകൾ ഓർത്തിരിക്കാൻ വേണ്ടി ആണ് അദ്ദേഹം അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഫാമിൻ, ഫിയർ, ഫ്രിക്ഷൻ ആൻഡ് ഫ്ലൈസ്. ഈ പ്രശ്നങ്ങളെല്ലാം നല്ല ഇടയിൽ കൃത്യമായി മാറ്റിക്കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് ഈ ആട് ശാന്തമായിട്ട് പുൽപ്പുറത്ത് കിടക്കുന്നത്. സത്യത്തിൽ നാം ദിനംതോറും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് കാറ്റഗറൈസ് ചെയ്താൽ ഈ 4-ൽ ഒന്നായിട്ട് വരാൻ എല്ലാ സാധ്യതയുണ്ട്
എന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ദൈവം എന്ന ഇടയൻ, ഹീസ് അവർ പ്രൊവൈഡർ. ആ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കഴിക്കാവുന്നതിനപ്പുറം ആടിന് നൽകുന്ന ഒരു നല്ല ഇടയൻ, ശാന്തമായി കിടക്കാൻ വേണ്ട അനുകൂല അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്ന ഒരു ഇടയൻ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ അനുഗ്രഹിക്കുന്ന ആ ദൈവം. വാക്യത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ദൈവം നമ്മെ നടത്തുവാൻ, നമ്മെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് കൊച്ചു മക്കളുണ്ടെങ്കിൽ അവരെ കൈപിടിച്ച് നടത്താൻ നമ്മളൊക്കെ ആഗ്രഹിക്കാറില്ലേ? നടത്തം പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നടത്താൻ നാം ആഗ്രഹിക്കുന്ന പോലെ നമ്മെ മുന്നോട്ട് നയിക്കുവാൻ, നടത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ദൈവം. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നപ്പോ ഒരു അഗ്നിസ്തംഭം പോലെ ആ ദൈവം അവരുടെ കൂടെ നടന്നവനാണ്. ആ ദൈവം നമ്മെ നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. തന്റെ ഹിതം എന്താണ് എന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പറഞ്ഞു തരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബ ജീവിത മേഖലയില്, തൊഴിൽ മേഖലയില്, ആത്മീക മേഖലയില്, സാമ്പത്തിക മേഖലയിൽ, ബന്ധങ്ങളിൽ എല്ലാം തെറ്റാത്ത വഴി, ശരിയായ ദിശ ഇതാണ് എന്ന് കാണിച്ചു തന്ന് നമ്മെ വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആ ദൈവത്തെ നാം സ്വീകരിക്കുന്നുണ്ടോ? ആ ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെ നടക്കാൻ നാം തയ്യാറാകുന്നു. ഇവിടെ ശരിയായ ദിശയിൽ മാത്രം നമ്മെ നടത്താൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് നാം വിധേയപ്പെട്ട് കൊടുക്കുന്നു. അതാണ് ഒരാടിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, അതിന്റെ ഇടയനെ അനുവദിക്കുക എന്നുള്ളതാണ്. നാം ദൈവത്തിന്റെ ആടുകളാണെങ്കിൽ നമ്മെ ശരിയായ ദിശാബോധം നൽകി നയിക്കുവാൻ വേണ്ടി നാം ദൈവത്തെ അനുവദിക്കുക. മറ്റൊരു കാര്യം കൂടെ, ഈ സ്വച്ഛതയുള്ള വെള്ളത്തിനരികത്തേക്കാണ് അവൻ നമ്മെ നയിക്കുന്നത്. പാഞ്ഞൊഴുകി വരുന്ന വെള്ളം അതൊരിക്കലും അവിടുന്ന് ഈ ആട് വെള്ളം കുടിക്കുകയില്ല. ആടിന് പേടിയാണ് പാഞ്ഞൊഴുകുന്ന വെള്ളം. അത് ശാന്തമായി കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിൽ അത് വെള്ളം കുടിക്കുകയുള്ളൂ. അതുകൊണ്ട് മരുഭൂമിയിൽ വെള്ളം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇടയന്മാർ ചെയ്യുന്നത്, അവർ വളരെ അധ്വാനിച്ച് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ കുഴിയൊക്കെ കുടിച്ച് ചെറിയ കിണറുകൾ കണ്ടെത്തി അവിടെ വെള്ളമുള്ള സ്ഥലം കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്വച്ഛ ജല തീരത്തേക്ക് നടത്തുന്നവരാണ് നമ്മുടെ ഭയങ്ങളെ അറിയുന്ന, ആടുകളുടെ ഭയങ്ങളെ അറിയുന്ന ഇടയനെ പോലെ നമ്മുടെ മനസ്സിന്റെ ഭയങ്ങളെ അറിയാവുന്നവരാണ് നമ്മുടെ ദൈവം. മൂന്നാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ശ്രദ്ധയിരിക്കുകയാണ്. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഞാനൊരു സംഭവ കഥ മാത്രം പറഞ്ഞ് ആ വാക്യത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ തൃശ്ശൂരിന്റെ സമീപത്തുള്ള സഭയാണല്ലോ ചാലക്കുടിയിലുള്ള അഷ്ടമിച്ചിറ സഭ. ആ സഭയിലെ ഒരു സഹോദരനുണ്ട്, അനിൽ അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ പലരും അദ്ദേഹത്തിന്റെ യൂട്യൂബ് പ്രോഗ്രാം കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം നിരീശ്വരവാദിയാണ്. ആ സഹോദരൻ വിശ്വാസത്തിലേക്ക് വന്ന കഥ താൻ എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സഹോദരി ഒരു ഇന്ദിര ചേച്ചിയുണ്ട്. ഇന്ദിര ചേച്ചിയുടെ മക്കൾ അവരെല്ലാം വിശ്വാസികളായവരാണ്. അപ്പോ ഒരു ദിവസം ഈ അമ്മാവൻ, ഈ അനിൽ, തന്റെ സഹോദരിയുടെ മക്കളെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അവധി ഒരു ഞായറാഴ്ച അവിടെ ചെന്നു. ഞായറാഴ്ച ചെന്നപ്പോ അവർ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ സൺഡേ സ്കൂൾ ആനിവേഴ്സറിയാണ്. അപ്പൊ അതുവരെ അമ്മാവൻ നിൽക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞു. ശരി, ഏതായാലും വന്നതല്ലേ, അതുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അനിൽ അവിടെ നിന്നു. അദ്ദേഹം സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്ക് ഇങ്ങനെ ചെന്നു. സഭാകളുടെ ബാക്കിൽ ഇരിക്കുകയാണ്. അപ്പൊ അന്നത്തെ സൺഡേ സ്കൂൾ ആനിവേഴ്സറി ഒരു ഇനം എന്ന് പറയുന്നത് ഇന്ദിര ചേച്ചിയുടെ മകൾ, അന്ന് അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവള് ഒരു 23ാം സംഘത്തിന് ബൈഹാർട്ടായി പറയുകയാണ്. അപ്പൊ അവള് ചൊല്ലാൻ തുടങ്ങി. സ്റ്റേജിൽ വന്ന് അവളുടെ പേര് വിളിച്ചു ചൊല്ലാൻ തുടങ്ങി. യഹോവയുടെ എനിക്ക് ഒട്ടുണ്ടായില്ല പറഞ്ഞ് 2ാം വാക്യം ചൊല്ലി 3ാം വാക്യം അവന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറന്നുപോയി. ബാക്കി തല നിറയുകയാണ്. അവന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. വീണ്ടും ഇടം വന്ന് നോക്കി, പിന്നെ പറയാം അവന്റെ പ്രാണനെ തണുപ്പിക്കുന്നു, അവനെന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഇത് തന്നെ പറഞ്ഞു വണ്ടി ഇടിച്ച് നിൽക്കുന്ന പോലെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോ ഈ അനിൽ സഹോദരൻ എന്ന് പറയുക, എന്റെ ബ്രദറെ, നിങ്ങളൊക്കെ ഈ പരമ്പരാഗത ബ്രദറുകാരായതുകൊണ്ട്, ഞാൻ നിരീശ്വരവാദിയാണെങ്കിൽ എന്റെ മാനസികാവസ്ഥ നിങ്ങൾക്കറിയില്ല. ഞാൻ ദൈവം ഇല്ലെന്ന് പറയുന്നവരാണെങ്കിലും എന്റെ ഉള്ളിൽ ഒരു അഗ്നികുണ്ഠം ഇരുന്ന് ഇങ്ങനെ തിളയ്ക്കുകയാണ്. ഒരു അഗ്നികുണ്ഠം ഇരുന്ന് തിളയ്ക്കുകയാണ്. എന്റെ ഉള്ളിൽ ഒരു തീ ഇങ്ങനെ ദഹിക്കുമ്പോ അവിടെ ഒരു പെങ്കൊച്ച് പറയുകയാണ്, ആവർത്തിച്ച് പറയുന്നു, എന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവം. നോക്കി, ആ പെങ്കൊച്ച് അവളെ പിന്നൊന്നും പറയാൻ പറ്റില്ല. അവളെ ഇറങ്ങി ഒന്ന് കരഞ്ഞു. അവളെ കൂട്ടുകാരൊക്കെ അവളെ കളിയാക്കി. അവളെ നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു. പക്ഷേ എന്തിനു വേണ്ടി ദൈവം അനുഭവിച്ചു? ദൈവം അനുഭവിച്ചതിന് കാരണം ഈ സഹോദരന്റെ ഹൃദയത്തിൽ ആവർത്തിച്ച് ചിന്തകൾ കൊടുക്കാൻ വേണ്ടിയാണ്. ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ദഹിപ്പിക്കുന്ന ഒരു അഗ്നികുണ്ഠം ഇരുന്ന് തിളയ്ക്കുമ്പോൾ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവം, നമ്മുടെ മനസ്സിന് സമസ്ത ആശ്വാസം നൽകുന്ന ഒരു ദൈവത്തെ കുറിച്ചുള്ള ചിന്ത. കഥ ചുരുക്കി പറയാം, അദ്ദേഹം എന്ന വിശ്വാസത്തിലേക്ക് വന്നു. അപ്പൊ യഹോവ എന്ന ആ ഇടയൻ, അവൻ പ്രാണനെ തണുപ്പിക്കുന്ന നല്ല ഇടയനാണ്. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നമ്മുടെ ഇടയൻ ഒരു ഗൈഡ് കൂടെയാണ്. ഏത് നിമിഷവും വഴിതെറ്റി പോകാവുന്ന ആടുകളാണ് നാം. അങ്ങനെയുള്ള ആടുകളായ നമുക്ക് ഇതാകുന്നു വഴി,
ഇതുവഴിയാണ് നീ പോകേണ്ടത്, ഇതുവഴി നീ ഇപ്പൊ പോയാൽ അബദ്ധത്തിൽ ചെന്ന് ചാടും എന്ന് കൃത്യമായിട്ട് പറയുകയും നമ്മെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്ന ജീവവഴിയാണ്. ജീവവഴി എന്താ ജീവവഴി? ആ പ്രയോഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇക്കാലത്ത് നമുക്കറിയാം വഴിയിലൊക്കെ തിരിച്ചറിയൽ ബോർഡുകളുണ്ട്. അപ്പം വഴി തെറ്റിപ്പോകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ നാം സഞ്ചരിക്കുന്ന ഈ വഴിക്ക് ജീവനുണ്ടെന്ന് കരുതുക. ഉണ്ടെങ്കിൽ ആ വഴിക്ക് തന്നെ ജീവൻ ഉണ്ടെങ്കിൽ ആ വഴി എന്ന് പറയും. നമ്മൾ വഴി തെറ്റിപ്പോവാണെങ്കിൽ ആ വഴി സംസാരിക്കും. യു ആർ ഇൻ ദ റോങ് ട്രാക്ക്, കം ബാക്ക്, ദിസ് ഇസ് ദ റൈറ്റ് വേ എന്ന് പറഞ്ഞ് നമ്മെ ശരിയായ ദിശയിലേക്ക് നടത്തും. അങ്ങനെ പറയുന്ന ഒരു വഴി ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കൽ നമുക്ക് വഴി തെറ്റുമോ? വഴി തെറ്റുകയില്ല. അപ്പൊ നമ്മുടെ കർത്താവ് ആരാണെന്ന് പറയുന്നത്? അവൻ ജീവവഴിയാണ്. അവൻ വഴിയും സത്യവും ജീവനുമാണ്. ആ വഴിയിലേക്ക് നാം പ്രവേശിച്ചാൽ, ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ശരിയായ ദിശയിൽ നമുക്ക് പോകുവാൻ കഴിയും. ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ വഴി പറഞ്ഞു തരുന്നത് നമ്മൾ കേൾക്കണം. ഈ വഴിയുടെ, ഈ കർത്താവിന്റെ സ്വരം നേർത്ത സ്വരമാണ്. അവൻ ഒച്ചപ്പാടിന്റെ ബഹളത്തിന്റെ ദൈവമല്ല, അവൻ ശാന്തതയുടെ ദൈവമാണ്, മിണ്ടാതിരുന്ന ദൈവം നാം അറിയണം. അപ്പൊ അങ്ങനെ ആടുകൾ ആയ നാം അത് ചെയ്യുമ്പോൾ നീതിപാതകൾ അവൻ നമ്മെ നടത്തും. 4-ാം വാക്യത്തിലേക്ക് വളരെ വേഗത്തിൽ ഞാൻ പോട്ടെ. 4-ാം വാക്യം, 21-ാം സംഘത്തിൽ 4-ാം വാക്യം. കൂരിൽ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. കൂരിൽ താഴ്വര എന്നുള്ളതിന്റെ ഇംഗ്ലീഷിൽ എങ്ങനെയാ? Even if you walk through the valley of the shadow of death, മരണനിഴൽ താഴ്വരയിൽ എന്നാണ്. അത് കൂരിൽ താഴ്വര എന്നാണ് ഉപയോഗിക്കുന്നത്. ഈ വാക്യത്തിന്റെ വിശദീകരണം വളരെ രസകരമാണ്. ഇസ്രായേലിൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു വഴിയുണ്ട്. കൂരിൽ താഴ്വര എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിന് വാദി ഖൽറ്റ് എന്നാണ് അവിടെ വിളിക്കുന്ന പേര്. ബ്ലഡി വേ, രക്തവഴി എന്നൊക്കെ പറയാറ്. അത് യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്കുള്ള ഒരു കുത്തനെയുള്ള ഇറക്കമാണ്. ആ ഇറക്കത്തിൽ ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ വളരെ ആഴത്തിൽ, റോഡ് വളരെ ആഴത്തിലാണ്, വളരെ താഴ്പോടാണ് റോഡ്. ആ റോഡിന്റെ ഇരുവശത്ത് ഇങ്ങനെ മതിൽ കെട്ടിയതുപോലെ കിലോമീറ്റർ ഹൈറ്റിൽ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ തിട്ട നിൽക്കുകയാണ്. അപ്പൊ ഒരു വലിയ ഡഞ്ചനിൽ കൂടെ, ഒരു കാനിയനിൽ കൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. നട്ടുച്ച നേരത്ത് പോലും ഒരു തരി വെട്ടം അങ്ങ് താഴെ വീഴുകയാണ്. അപ്പൊ അതുവഴി നടന്നു പോകുന്നത് ഈ ശരിക്കും അക്ഷരാർത്ഥത്തിൽ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് ആണ്, മരണനേരം താഴ്വരയാണ്. കാരണം അതുവഴി നടന്നു പോകുന്ന ആളുകൾക്ക് ഭയമാണ്. അവിടെ വന്യമൃഗങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാരുണ്ടാവും. അവരൊക്കെ ആക്രമിച്ച് കീഴടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആടുകൾ. അപ്പൊ ഈ ആടുകള് ഈ ഭയമുണ്ടെന്ന് അറിയാവുന്ന ഇടയൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇടയനായിരിക്കത്തില്ല, പല ഇടയന്മാരുടെ സംഘം ഉണ്ടായിരിക്കും. ആ ഇടയന്മാര് ഇത്രയും ദൂരമാണ് ഈ വഴിയെന്ന് കരുതുക. ഇത്രയും ദൂരം ഈ വഴിയാണ്, ഇവിടെ കുഴപ്പമില്ല, ഇവിടെയും കുഴപ്പമില്ല. അപ്പൊ ഇത്രയും ദൂരം ഈ ഭാഗത്ത് ഇവിടെ ഒരു ഇടയൻ നിൽക്കും, കുറച്ച് മാറി വേറെ ഇടയൻ നിൽക്കും, അല്പം മാറി വേറെ ഇടയൻ, അങ്ങനെ 8-10 ഇടയന്മാർ ഇങ്ങനെ നിൽക്കും. അപ്പം അതുവഴി ഞങ്ങൾ ആടുകളെ പറഞ്ഞു വിടുമ്പോൾ ഭയങ്കര ഇരുട്ടാണ്, അതിഭയങ്കരമായ ഇരുട്ടാണ്. പക്ഷേ ഇടയൻ എന്ത് ചെയ്യുന്നറിയാമോ? ആടുകൾ ഈ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കാനീനിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആ ഇടയന്റെ കയ്യിൽ 2 ഉപകരണങ്ങളുണ്ട്. ഒന്ന് ഒരു വടിയാണ്. ഈ വടി അധികം നീളമുള്ളതല്ല. ആ വടി എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ശത്രുമൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അടിച്ചോടിക്കാൻ വേണ്ടിയുള്ളതാണ്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. മറ്റേ വടി അല്പം നീളമുള്ള, അതിന്റെ അറ്റത്തൊരു ചെറിയ വളഞ്ഞ ഒരു വടിയാണ്. അപ്പോ ഈ നീളമുള്ള വടി കൊണ്ട് ഈ ആടിനെ ഒന്ന് തൊടും, അതിന്റെ മേത്ത് തൊടും. ആടിങ്ങനെ നടക്കുകയാണ്. അപ്പൊ അതിന്റെ ദേഹത്തെന്തോണ്ട്? ഈ വടിയുടെ സ്പർശനമുണ്ട് അല്ലേ? അപ്പൊ ഈ ഇടയന്റെ ദൂരം കഴിയുമ്പോൾ അടുത്ത ഇടയൻ ഈ ആടിന്റെ മേത്ത് തൊടും. അതിങ്ങനെ വീണ്ടും നടക്കും. ആ ഇടയന്റെ ദൂരം കഴിയുമ്പോൾ അടുത്ത ഇടയൻ. അപ്പൊ ഈ തുരങ്കത്തിൽ കൂടി ഇരുട്ടിലൂടെ നടക്കുന്ന ഉടനീളം ആടിന് എന്ത് അനുഭവപ്പെടും? ഇടയന്റെ വടിയുടെ കോലിന്റെ സ്പർശം അനുഭവിക്കാൻ കഴിയും. അപ്പോ ഇടയനെ കാണാൻ കഴിയുന്നില്ല ആടിന്, പക്ഷേ ഇടയന്റെ സാന്നിധ്യം ആടിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ നീളമുള്ള കോൽ മാത്രമല്ല, അതിന്റെ സ്പർശനം അനുഭവിക്കുമ്പോൾ അതിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മറ്റേ കയ്യിൽ വേറൊരു വടിയുണ്ട്. ആ വടി കൊണ്ട് ശത്രുക്കൾ വന്നാൽ അവരെ അടിച്ചോടിച്ചുകൊള്ളും എന്നുള്ള ബോധ്യം ആടിന് ഉണ്ട്. ഇതാണ് ഈ വടിയും കോലും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്ന ആ വാക്കിന്റെ അർത്ഥം. ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇടയൻ കൂടെ ഉള്ളപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മരണ നിഴൽ താഴ്വര ഉണ്ടായേക്കാം. ഇടയൻ നമ്മോടൊപ്പം ഉണ്ട്, നാം അവന്റെ ആടുകളാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മരണനിഴൽ, കൂരിൽ താഴ്വരകൾ ഉണ്ടാവും, അതിന് യാതൊരു സംശയവുമില്ല. മരണത്താഴ്വരയല്ല കേട്ടോ, മരണനിഴൽ താഴ്വരയാണ്. മരണത്താഴ്വര പോയി, കാരണം സാക്ഷാൽ നമ്മുടെ ഇടയനായ കർത്താവ് അവൻ ഈ മരണത്താഴ്വരയിലേക്ക് വന്നു. അതാണ് നാം രാവിലെ ചിന്തിച്ചത്. ആ താഴ്വരകൾ കടന്നു പോവുകയും സാക്ഷാൽ മരണമായ സാത്താനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് ആ മരണത്താഴ്വര നമ്മളെ ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത് നിഴൽ മാത്രമാണ്. നിഴലിനെ നാം ഭയപ്പെടുമോ? ഒരു പട്ടിയുടെ നിഴൽ നമ്മെ കടിക്കുമോ? ഒരിക്കലുമില്ല. ഒരു വാളിന്റെ നിഴൽ നമ്മെ പരിക്കേൽപ്പിക്കുമോ? ഇല്ല. മരണത്തിന്റെ നിഴൽ നമ്മെ കീഴടക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് സ്വധൈര്യം പറയാൻ കഴിയും, ഹേ മരണമേ നിന്റെ വിജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? അടുത്ത വാക്യത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടിക്കാം.
5-ാം വാക്യം, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞ് കവിയും. ഈ വാക്യത്തിലെ ഒരു ഭാഗം മാത്രം ചിന്താവിഷയമാക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ഈ പുരാതന കാലങ്ങളില്, അല്ലെങ്കിൽ ഈ സങ്കീർത്തനം എഴുതപ്പെടുന്ന ആ കാലയളവില് ഇടയന്മാരുടെ ജോലി എന്ന് പറയുന്നത് ആടുകൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുക, അവരെ ശത്രുമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ആടുകളെ ആക്രമിക്കുന്ന ഒരു തരം പ്രത്യേകതരം ഈച്ചകൾ വലിയ ശല്യമാണ്. സാധാരണ ഈച്ചകളല്ല, ഈ ഈച്ചകളെ ആടിന്റെ മൂക്കിലൊക്കെ കയറിയിട്ട് അവിടെ മുട്ടയിട്ട് പെരുകും, വല്ലാതെ പെരുകും. അപ്പൊ ഈ ഈച്ചകൾ സൃഷ്ടിക്കുന്ന ഈ അലോസരം ആടുകൾക്ക് വലിയ അസ്വസ്ഥതയാണ്, അസഹനീയമാണ്. അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഈച്ചകളുടെ സമ്മർദ്ദം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ആടുകൾ എന്ത് ചെയ്യും? ഈച്ചകൾ നൽകുന്ന ഈ വേദനയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നിർവാഹമില്ലാതെ ഓടിപ്പോയി പാറക്കെട്ടിൽ പോയി ഇവരുടെ തല കൊണ്ടിടിക്കും. ഇതിനു വേണ്ടി ഈച്ച കൊല്ലാൻ വേണ്ടിയാണ്. പക്ഷെ ഈച്ച രക്ഷപ്പെടും. പലപ്പോഴും ഈ ആട് അതിന്റെ തല പൊട്ടി ചോര ഒലിച്ച് അത് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഇതറിയാവുന്ന ഇടയൻ, നല്ല ഇടയൻ എന്ത് ചെയ്യും? ഈ നല്ല ഇടയൻ ഈ ആടുകളെ അടുത്ത് പിടിച്ചു നിർത്തി അതിന്റെ തലയിൽ ഒരു പ്രത്യേക തരം എണ്ണക്കൂട്ട് അത് ഒഴിക്കും. അപ്പൊ ആ എണ്ണ ചെല്ലുമ്പോൾ ഈച്ചകളെല്ലാം ഇല്ലാതെയായി തീരും, കൊല്ലപ്പെടുമെന്ന് മാത്രമല്ല, അതിന്റെ ആ എണ്ണയുടെ ഗന്ധമുള്ളത് കൊണ്ട് മറ്റ് ഈച്ചകൾ, പുതുതായി ഈച്ചകൾ അതിന്റെ അടുത്തേക്ക് വരികയുമില്ല. അപ്പൊ ഒരു സംരക്ഷണ കവചമായിട്ട് എണ്ണ തീരുകയാണ്. അങ്ങനെ ആടുകൾക്ക് സമാധാനം കിട്ടും. അതാണ് എണ്ണ കൊണ്ട് തലയെ അഭിഷേകം ചെയ്യുന്ന ഇടയൻ ചെയ്യുന്ന ജോലി. ഇവിടെ നമ്മുടെ മനസ്സ് ഒരു യുദ്ധക്കളമാണ്. പിശാചിന് വേണ്ട നമ്മുടെ ശരീരമല്ല, അവന് വേണ്ട നമ്മുടെ മനസ്സാണ്. അവൻ അവിടെ ഭയവും ആശയക്കുഴപ്പവും ഒക്കെ സൃഷ്ടിക്കുന്നവനാണ്. വല്ലാത്ത അസമാധാനത്തിൽപ്പെട്ട് നമ്മൾ ഉണരും. ശാരീരികമായി ആശുപത്രി ചെന്ന് പരീക്ഷ നോക്കിയാൽ കാര്യമായ ഒരസുഖവും നമുക്കില്ല, സ്കാനിങ് എല്ലാം നടത്തി നോക്കിയ ഒരു പ്രശ്നവുമില്ല. പക്ഷെ മനസ്സിൽ സമാധാനമില്ല, സന്തോഷമില്ല, ഒരാശ്വാസം. അങ്ങനെയുള്ള പലരും ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോ ഇതറിയാവുന്ന ഇടയൻ എന്ത് ചെയ്യും? ആ ഇടയൻ നമ്മെ അടുത്ത് ചേർത്ത് വിളിച്ച് പരിശുദ്ധാത്മാവെന്ന എണ്ണ നമ്മുടെ മേൽ ഒഴിക്കും. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ഒഴിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ചിന്തകളെ അവൻ മാറ്റിമറിക്കും, നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. അതുകൊണ്ട് ഓരോ ദിവസവും ഈ ശത്രുവിന്റെ പിടിയിൽ, ശത്രുവായ ഫ്ലൈസ്, ഈച്ചകളുടെ പിടിയിൽ പെടാതിരിക്കാൻ വേണ്ടി ദിനംതോറും നമ്മുടെ ചിന്തകളെ പരിശുദ്ധാത്മാവിനെ ശുദ്ധീകരിക്കുവാൻ നാം തയ്യാറാകേണ്ട ആവശ്യമാണ്. ദൈവിക പദ്ധതിക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തണം. ഒറ്റയ്ക്ക് നമ്മൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറ്റയ്ക്ക് പോയി പാറയുടെ പുറത്ത് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇടയൻ, നമ്മെ സഹായിക്കുന്ന ഇടയൻ നമ്മോട് കൂടെയുണ്ട്. അവസാനത്തെ വാക്യം കൂടെ ഞാൻ വേഗത്തിൽ ചിന്തിക്കട്ടെ. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നല്ല ഒരു ഇടയന്റെ സമ്പൂർണമായ കരുതലിനെ വെളിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയോടുകൂടിയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. ഓരോ പ്രഭാതത്തിൽ ഉണരുമ്പോഴും, ഓരോ സന്ധ്യയിൽ നാം കിടക്കയിൽ പോയി അഭയം പ്രാപിക്കുമ്പോഴും ഈ നമുക്ക് ശക്തി നൽകുവാൻ പ്രാപ്തമായ ഒരു വാക്യമാണ്. വളരെ ദൃഢതയുള്ള, വളരെ ഉറപ്പുള്ള ഒരു ശക്തമായ പ്രഖ്യാപനമാണ്. എന്നെ പിന്തുടരും എന്നാണല്ലോ ഇവിടെ പറയുന്നത്. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഈ പിന്തുടരുമെന്നുള്ളതിന്റെ എബ്രായ പദത്തിന്റെ അർത്ഥം ഒരു വേട്ടപ്പട്ടിയെ പോലെ എന്നെ വിടാതെ പിന്തുടരുമെന്നാണ്. ഒരു വേട്ടപ്പട്ടി എന്റെ പിന്നാലെ വന്ന് എന്റെ കൂടെ വരുന്നത് പോലെ അതേ വേഗത്തിൽ എന്റെ പിന്നാലെ വരികയാണ്. അതാണ് ദൈവത്തിന്റെ നന്മയും കൃപയുടെ ഒരു കാര്യം. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ നന്മയും കരുണയും എപ്പോഴും എന്നോട് കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ആയുഷ്കാലം ഒക്കെയും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളിലും, അത് നന്മയായാലും തിന്മയെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളിലായാലും എന്തു തന്നെ സംഭവിച്ചാലും അവിടെ ഒരുപക്ഷെ എന്റെ പ്രിയപ്പെട്ടവരുടെ വേദനയായിരിക്കാം, ദുഃഖമായിരിക്കാം, അവരുടെ രോഗമായിരിക്കാം, മരണമായിരിക്കാം, എന്തു തന്നെ ആയാലും, എന്റെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കാം, എന്തു തന്നെയായിരുന്നാലും അതെന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടിയാണ്. റോമാലേഖനം 8-28 വാക്യം നാം വായിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന 90% കാര്യങ്ങൾ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതാണോ? 95% ആണോ? 99 അല്ല, 99.9 അതുമല്ല, 100%, 100% കാര്യങ്ങളും അത് നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുക. എന്താ നന്മ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. 29 വാക്യത്തിൽ പറയുന്നുണ്ട്, തന്റെ പുത്രനോട് എന്നെ അനുരൂപനാക്കുക. അതാണ് നന്മ. എനിക്ക് ബോംബെയിൽ ജോലി ഉണ്ടായിരുന്നു, ആ ജോലി നഷ്ടപ്പെട്ടു, സ്തോത്രം, ദൈവം എനിക്ക് ഗൾഫിൽ ജോലി തന്നു. അതല്ല നന്മ എന്ന് പറയുന്നത്. അതൊക്കെ നന്മയായിരിക്കാം. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന നന്മ എന്ന് പറയുന്നത് എന്താ? ദൈവത്തിന്റെ പുത്രനോട് എന്നെ അനുരൂപരാക്കുക. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും ദൈവം എന്നെ മോൾഡ് ചെയ്യുകയാണ്, ഞാൻ രൂപപ്പെടുത്തിയെടുക്കുകയാണ്.
ദൈവപുത്രന് അനുരൂപനായി തീരുകയാണ്. ഈ ദൈവപുത്രന് അനുരൂപനാകുന്നതിൽ പറയുന്നത് എന്ത് നന്മയാണ് നമുക്ക് വേണ്ടത്? ഈ വാക്യത്തിന്റെ 2ാം ഭാഗം അത് നമ്മെ നിത്യതയിലേക്ക് നയിക്കുന്ന എന്താണ് പറയുന്നത്? യഹോവയുടെ ആലയത്തിലേക്ക്, അല്ലെ? യഹോവയുടെ ആലയത്തിൽ ഞാൻ നിത്യകാലം വസിക്കാൻ ദൈവം എന്നെ അവിടെ കൊണ്ടുപോകും. യഹോവ എന്ന ഇടയൻ, ഞാൻ എന്ന ആടിന് നൽകുന്ന ഈ സംരക്ഷണം അതൊരു താൽക്കാലിക സംവിധാനമല്ല. ഈ ഭൂമിയിലുള്ള ഏതാനും ദിവസം മാത്രമല്ല എനിക്ക് ഒരു സംരക്ഷണം നൽകുന്നത്, നിത്യത മുഴുവനുള്ള ഒരു ക്രമീകരണമാണ്. യഹോവയുടെ ആലയത്തിൽ നിത്യകാലം വസിക്കുവാൻ വിശ്വാസികൾക്ക് ഇതിൽ പരം ഒരു ആനന്ദം കിട്ടുവാനുണ്ടോ? നിരന്തരം എന്റെ ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെ മാത്രമല്ല, നിത്യതയിൽ എന്നെ പരിപാലിക്കുന്ന കാത്തരുന്നവനായ ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. അവൻ എന്നെ അറിയുന്നവനാണ്, അവൻ എന്റെ ഇടയനാണ്. ഇതിൽ പരം ആനന്ദം നമുക്ക് എന്താണ് വേണ്ടത്? പ്രിയപ്പെട്ടവരെ, 21-ാം സങ്കീർത്തനത്തിന്റെ ഒരു ചെറിയ പഠനമാണ് നമ്മൾ നടത്തിയത്. ഇതിലെ ഓരോ വാക്യങ്ങളും കൂടുതൽ വിശദമായ പഠനത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഇടയാക്കേണ്ടതാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ എന്ന നല്ല ഇടയന്റെ ആടുകളായിട്ട് ദൈവം നമുക്ക് നൽകുന്ന ആനന്ദത്തിന്റെ, ആ ആശ്വാസത്തിന്റെ പരമകാഷ്ഠയിലേക്ക് എത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എങ്ങനെയെങ്കിലുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയല്ല, ഈ ഭൂമിയിൽ ദൈവം നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദ്ധതികൾ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും അനുഭവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ നാമം വാഴ്ത്തപ്പെടുന്നു.